മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശപ്പിൻ്റെയും ബലഹീനതയുടെയും പരീക്ഷണങ്ങളുടെയും ഇടമായ മരുഭൂമിയിൽ നിന്നാണ് ഈശോ ഈ വാക്കുകൾ അരുളി ചെയ്തത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു ശാരീരികമായും പൂർണ്ണമായി തളർന്നിരുന്നു. ആ നിമിഷത്തിലാണ് കല്ലുകളെ അപ്പമാക്കുവാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിച്ചത്. എന്നാൽ യേശു അത് നിരസിച്ചുകൊണ്ട് ഈ വലിയ സത്യം പ്രഖ്യാപിച്ചു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ മറുപടിയിലൂടെ മനുഷ്യജീവിതം എന്നത് വെറും ശാരീരികമായ നിലനിൽപ്പ് മാത്രമല്ലെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ആഹാരം ശരീരത്തെ നിലനിർത്തുന്നു, എന്നാൽ ആത്മാവിന് അതിനേക്കാൾ ആഴമേറിയ ഒന്ന് ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. അതാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയുന്നത് പ്രകാരമാണ്: വിശുദ്ധ ലിഖിതങ്ങൾ അത് നന്നായി വായിക്കുന്നവരോടൊപ്പം വളരുന്നു. ദൈവവചനത്തിൽ നാം നമ്മെ തന്നെ പോഷിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക ജീവിതം കൂടുതൽ ശക്തവും സജീവവുമാകുന്നത്. യേശുവിൻ്റെ പ്രലോഭനങ്ങൾ പിതാവിലുള്ള അവൻ്റെ പൂർണ്ണമായ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നുവെന്നും ദൈവഹിതത്തോടുള്ള അനുസരണത്തിലൂടെ എങ്ങനെ പ്രലോഭനങ്ങളെ അതിജീവിക്കാമെന്ന് കാണിച്ചു തരുന്നുവെന്നുമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. എല്ലാ ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുന്നതിലല്ല, മറിച്ച് ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നതിലാണ് യഥാർത്ഥ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ജോബിൻ്റെ ജീവിതത്തിൽ ഈ സത്യത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം നാം കാണുന്നുണ്ട്. കഠിനമായ ദുരിതങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇടയിൽ ജോബ് പ്രഖ്യാപിച്ചു: അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല, അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചതിലൂടെയാണ് അദ്ദേഹത്തിന് ശക്തി ലഭിച്ചത്. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതത്തിലും ഇതേ മനോഭാവം നാം കാണുന്നുണ്ട്. അവൾ പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് ഹൃദയത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടമാണ്. അത് സ്വർഗത്തിലേക്കുള്ള ലളിതമായ ഒരു നോട്ടമാണ്. സ്നേഹമുള്ളവരെ, അപ്പം നമ്മെ ഒരു ദിവസത്തേക്ക് നിലനിർത്തിയേക്കാം, എന്നാൽ ദൈവവചനം നമുക്ക് നിത്യതയിലേക്ക് ആവശ്യമായ ശക്തി നൽകുന്നു. അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അനിശ്ചിതത്വങ്ങളിൽ സമാധാനവും പ്രലോഭനങ്ങളിൽ കരുത്തും എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയും നമുക്ക് ലഭിക്കും. ദൈവം നമ്മയെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.